കോവിഡ് കാലത്തിനു ശേഷം കേരളത്തിൽ വളർന്ന പുതിയൊരു സംഭവമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ. യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ആപ്പുകളിലൂടെയും ഇവർ നടത്തുന്ന ട്യൂഷന് ഏറെ വിദ്യാർത്ഥികളുണ്ട്. ഇവർ തമ്മിലുള്ള കിടമത്സരം വർദ്ധിച്ചതോടെ ഇപ്പോൾ ചോദ്യപേപ്പർ വരെ ചോരുകയാണ്. ഓണപരീക്ഷയെ പ്രഹസനമാക്കിക്കൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യങ്ങൾ യൂട്യൂബിൽ ഇവർ ചോർത്തിയിരുന്നത് വിവാദമായിരുന്നു. ഇപ്പോഴിത് ക്രിസ്മസ് പരീക്ഷയുടെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെയും +1 ഗണിതത്തിൻ്റെയും ചോദ്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 2 വർഷമായി പല പ്രമുഖ ഓൺലൈൻ ആപ്പുകാരും യൂട്യൂബ് എഡ്യു പ്ലാറ്റ്ഫോമുകാരും ചോദ്യപേപ്പർ ചോർത്തുന്നുണ്ടെന്ന ആരോപണമുണ്ട്. ഒരു പ്രമുഖ യൂട്യൂബ് എഡ്യു ടീമിൻ്റെ ബൂസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെ പരീക്ഷകളിൽ ആവർത്തിച്ച സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പറയുന്ന അതേ ചോദ്യങ്ങൾ നാളെ പരീക്ഷയ്ക്ക് വരും എന്ന് കട്ടായം പറഞ്ഞായിരുന്നു അവരുടെ ക്ലാസ്. സർക്കാർ സ്കൂളുകളിൽ ജോലിയുള്ള പ്രമുഖ അധ്യാപകർ തൊട്ട് AEOമാരും DEOമാരും വരെ ഇത്തരം ഓൺലൈൻ ആപ്പുകളിൽ വൻ തുക ശമ്പളം പറ്റി സമാന്തര ജോലി നോക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നതും ഈ വഴിക്കാണെന്നാണ് സംശയം. ഇതിൽ പലരും ഇടത് അധ്യാപക സംഘടനകളുടെയുമൊക്കെ നേതാക്കളാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഈ ജീവനക്കാർ അങ്കലാപ്പിലാണ്. ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ തന്നെ ഒത്താശയോടെയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ. സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ AEO DEOമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു. ചില വിഷയങ്ങളിലെ ചോദ്യക്കടലാസാണ് കൂടുതൽ പുറത്തു പോകുന്നത്. ചില യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ നടത്തുന്നവരും താൽക്കാലിക ലാഭത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പരീക്ഷകൾ കൂടുതൽ കുറ്റമറ്റതാക്കുന്നത് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഉന്നതതല യോഗം ചേരും, മന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെയും +1 ഗണിതത്തിൻ്റെയും ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശദീകരണം. എന്നിട്ടും ചോർന്നത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് യൂട്യൂബിലൂടെ തലേന്ന് പുറത്തുവിട്ടുവെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് ആരോപണ വിധേയരായ IS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ CEO ഷുഹൈബ് പ്രതികരിച്ചു. ചോദ്യക്കടലാസുകൾ ചോർത്തിയെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചില്ല. ചാനലിൻ്റെ വളർച്ചയിൽ അസൂയയുള്ള മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ഷുഹൈബ് പറയുന്നത്. ഓണപരീക്ഷാ സമയത്തും ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ചോദ്യക്കടലാസ് ചോർച്ച ആരോപണം വന്നിരുന്നുവെന്നും എന്നാൽ തങ്ങളെ മാത്രമാണ് പോലീസ് ചോദ്യം ചെയ്തത് എന്നുമാണ് ഇവർ പറയുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.